Hello guys, welcome back to my channel. അപ്പോൾ ഇപ്പോൾ സാഹചര്യം എല്ലാവർക്കും അറിയാലോ. ഇപ്പോൾ കൊറോണ നല്ല കൂടിയുണ്ട്. അപ്പം പുറത്ത് പോകുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. നമുക്കിപ്പോൾ പുറത്ത് പോയി ഷൂട്ട് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. അതാണ് എനിക്ക് പറയാനുള്ളത്. നമ്മളെ സബ്സ്ക്രൈബേഴ്സ് എല്ലാവരും നല്ല ശ്രദ്ധിക്കുക. നീ വീഡിയോ കാണാൻ പോകുന്നവരും എല്ലാവരും ശ്രദ്ധിക്കുക. പിന്നെ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ നമ്മൾ ചക്ക കൊണ്ട് നാടൻ ശൈലിയിൽ ചക്ക കൂട്ടാനും അതുപോലെ തന്നെ ബീഫ് കറി എങ്ങനെ ഉണ്ടാക്കാനാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. അതിൻ്റെ റെസിപ്പിയാണ് ചെയ്യേണ്ടത്. പിന്നെ നമ്മുടെ ഇങ്ങനത്തെ വ്യത്യസ്തമായ വീഡിയോസ് ലഭിക്കാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. നമ്മുടെ കുറുക്കൻ മീഡിയ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ കഴിച്ചത് നമ്മുടെ ചക്ക ഇതേപോലെ കഷ്ണമാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലത്തെ ഈ പുറത്തെ തൊലി ഉണ്ടല്ലോ, ഇത് നമുക്ക് ചെത്തിയെടുക്കണം. ഇതിങ്ങനെ ചെത്തിയെടുക്കുക. നമ്മളിത് കുന നമ്മൾ ചെറുതാക്കി എല്ലാം അരിഞ്ഞെടുക്കണം. ചക്ക എല്ലാം ചെറുതാക്കി അരിഞ്ഞെടുക്കുക. ചെറുതാക്കി നല്ല അരിഞ്ഞെടുക്കണം കേട്ടോ. ഇതിപ്പം വേസ്റ്റ് രണ്ടൊന്നായല്ലേ. അപ്പോൾ നമ്മുടെ മെയിൻ താരം, നമ്മുടെ സാന്ത്വത താരമാണ് ഇവന്. ഇത് പറഞ്ഞാൽ നിങ്ങൾക്കറിയില്ല, ചക്കൻ്റെ കുറിച്ച് പറയുകയാണെങ്കിൽ കുറേ പറയാനുണ്ട്. ചക്ക പറഞ്ഞാൽ നല്ല വൈറ്റമിനും കാര്യങ്ങളുള്ള സാധനം ചക്ക. അപ്പോൾ ഇത് നമുക്ക് ചക്കയിലിടാം. നല്ല വൈറ്റമിനും കാര്യങ്ങളും നല്ല നമ്മളെ എല്ലിനൊക്കെ നല്ല ബലവും തരുന്ന സാധനമാണ് ചക്ക. ഇപ്പോൾ പിന്നെ ഇത് എല്ലാവർക്കും ലഭിക്കുന്ന സാധനം ചക്ക കേട്ടോ. എല്ലാവരും വീട്ടിലുണ്ടാവും അല്ലേ, ഉണ്ടാവില്ലേ? ഇപ്പോൾ അതിൻ്റെ സീസണാണ്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ വീട്ടിലുള്ളതുകൊണ്ട് കൊണ്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാനുള്ള, നമുക്ക് ചക്ക കൊണ്ട് എന്തൊക്കെ ചെയ്യാം അതൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ടി. ചക്ക കൊണ്ട് എന്തൊക്കെ ഉണ്ടാക്കുക അതൊക്കെ ഒന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ലേശം ഉപ്പ് ചേർക്കല്ലേ. ഉപ്പ് ചേർക്കട്ടോ. അപ്പോൾ നമുക്ക് ഇനി ഇതിലേക്ക് വാട്ടർ ചേർക്കട്ടോ, വെള്ളം അടയാം. ഇനി ഇത് കിടന്ന് നല്ല വെന്ത് വരണം. അതിനുശേഷം നമുക്ക് നല്ല ചക്കക്കൂട്ടായി അത് കാണാം. എന്താ വെള്ളം ഒഴിച്ച് ഇത് അടുപ്പിൽ കിടന്ന് നല്ല ആക്കം പോലെ സ്ലോലി വെന്ത് വരട്ടെ. അപ്പോൾ ഇവൻ ഇനി ഇവിടെ കിടക്കട്ടെ അല്ലേ, ഇവിടെ കിടക്കട്ടെ. നല്ല സുന്ദര കുട്ടപ്പനായി ഇനി നമ്മുടെ വയറ്റിലേക്ക് അകത്താക്കാനുള്ള പാകത്തിന് ഇനി അവൻ ആയി വരട്ടെ. അപ്പോൾ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഇതൊക്കെയാണ്. നമ്മളെ ഇറച്ചി ബീഫ് ഉണ്ടല്ലോ, ബീഫ് നമുക്ക് ആദ്യം നമ്മുടെ പേസ്റ്റ് ഇഞ്ചി വെളുത്തുള്ളി മുളക് പച്ചമുളക് പിന്നെ ചീരുള്ളി പേസ്റ്റ് നമുക്ക് റെഡിയാക്കണം. അപ്പോൾ അത് നമുക്ക് മിക്സിയിലിട്ടൊന്ന് ചതച്ചെടുക്കാം കേട്ടോ. ഇത് നമുക്കൊന്ന് നല്ല ചതച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇത് ഇറച്ചിയിൽ ചേർക്കാം. പിന്നെ നമ്മുടെ തക്കാളി ഉണ്ട്, അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങ് ഉണ്ട്, പിന്നെ നമ്മുടെ സവാള ഉണ്ട്. അപ്പോൾ ഇതൊന്നും നമുക്ക് ചതച്ചെടുക്കാം. നമുക്കപ്പോൾ ആദ്യം നമ്മൾ ഒരു സവാള എടുത്തേക്കണ്ട്, അത് ഇതിലേക്ക് ചേർക്കട്ടോ. അരിഞ്ഞു വെച്ചാൽ അതിൽ സവാള ചേർക്കുക. പിന്നെ അത് കഴിഞ്ഞ ശേഷം തക്കാളി അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങ് കൊടുത്തിട്ടുണ്ട്.
ഒരു വലിയ തക്കാളിയും ഒരു ചെറിയ തക്കാളിയും എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെ ആവശ്യത്തിനനുസരിച്ചൊക്കെ നമ്മൾ എടുക്കുക. പിന്നെ നമ്മളെ പേസ്റ്റ്, അതായത് ഇഞ്ചി വെളുത്തുള്ളി പിന്നെ മുളക് അങ്ങനെയുള്ള പേസ്റ്റ് ആ പേസ്റ്റ് ചേർക്കാം. പിന്നെ എന്തൊക്കെയുള്ള വെച്ചാൽ ഇത് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് സാധനം എടുക്കാതെ കേട്ടോ. ഇതിനപ്പോൾ നമ്മൾ എടുത്തതെന്ന് വെച്ചാൽ 1.5 സ്പൂണ് മുളക് പൊടി എടുത്തോളൂ, മഞ്ഞൾപ്പൊടി 1 സ്പൂണുണ്ട്, 1.5 സ്പൂൺ കുരുമുളകുണ്ട്, പിന്നെ അതുപോലെ തന്നെ 1 സ്പൂണ് മല്ലിപ്പൊടി ഉണ്ട്, പിന്നെ ഗരം മസാലപ്പൊടി നിങ്ങൾക്ക് അറിയില്ല, നമ്മളെ ഗ്രാമ്പും പട്ട കാര്യങ്ങളൊക്കെ പൊടിച്ച പൊടി. അപ്പോൾ ഇതൊക്കെ നമ്മൾ ആവശ്യത്തിനനുസരിച്ച് മുളകും കാര്യങ്ങളൊക്കെ ഉള്ളത് നിങ്ങൾ ചേർക്കുക. പിന്നെ ഉപ്പിടാനും മറക്കരുത് കേട്ടോ, ഉപ്പിടാൻ മറക്കരുത് അറിയാം. അപ്പം നമ്മളെ ആവശ്യത്തിന് ഉപ്പ് നമ്മൾ എടുക്കുന്നുണ്ട്. ഇനി പിന്നെ കുറച്ച് ഉലുവയും ചേർക്കട്ടെ നമുക്ക്. പിന്നെ ചെപ്പും കാര്യങ്ങൾ ചേർക്കാം നമുക്ക്, ചെപ്പും അതുപോലെ ചെപ്പ് കറിവേപ്പിട്ട. ഇനി ഇതൊന്നായിട്ട് ഒക്കെ മിക്സ് ചെയ്യാം. നമ്മളെ ഇറച്ചിക്ക് ഇതൊക്കെ ഒന്നായിട്ട് നല്ല മിക്സ് ചെയ്ത് നമ്മളെ പൊടിപ്പിച്ച് വേണം. നല്ല ബീഫാണ്. അപ്പോൾ നമ്മുടെ ചാനലെല്ലാം സബ്സ്ക്രൈബ് ചെയ്യട്ടോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ അതിനകത്ത് ബെല്ലൈക്കൺ അമർത്തുക. എന്നാൽ നമ്മളുടെ അതുപോലത്തെ വ്യത്യസ്തമായ കുറേ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. പിന്നെ എല്ലാവരും കെയർ ചെയ്യട്ടോ. ഇപ്പോൾ നമ്മുടെ സീസൺ കോവിഡ് നല്ല കുറേ കൂടിയിട്ടുണ്ട്. നമ്മുടെ ആൾക്കാർ തീരെ ശ്രദ്ധിക്കണം. ചിലപ്പോൾ ശ്രദ്ധ പറഞ്ഞാൽ തീരല്ല. മാസ്ക് ഇട്ടപ്പോൾ എത്ര ന്യൂസ് കേൾക്കുന്നുണ്ടല്ലോ, പിയാട് അടച്ചത്, തീരെ ബോധമില്ലാത്ത കുറേ ആൾക്കാരാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുക. അവനാ ശ്രദ്ധിച്ചാൽ അവനെ കൊള്ളാൻ പറഞ്ഞാൽ മതി. ഇപ്പോൾ പുറത്തിറങ്ങുമ്പോഴൊക്കെ നല്ല രീതിയിൽ നടന്ന് പോവുക, മാസ്കും അകലം പാലിക്കുക. പണ്ടത്തെ രൂപത്തിൽ നമുക്ക് ഇനി വരണം. ഈ ലോക്ക്ഡൗൺ വരുമെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ചട്ടി വെക്കട്ടെ, അടുപ്പിൽ വെക്കുക. പിന്നെ എന്താ പറയുക വെച്ചാൽ നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഇതേപോലെ മൺചട്ടിയിൽ ഉണ്ടാക്കാൻ നോക്കുക. അതുകൊണ്ട് അടുപ്പത്തും മൺചട്ടിയിൽ ഉണ്ടാക്കുമ്പോൾ അതിന് ടേസ്റ്റ് കൂടുതലായിരിക്കണം, കുറച്ച് ടേസ്റ്റ് കൂടും. അപ്പോൾ ഇനി ഇത് നമുക്ക് വെന്തിട്ട് നോക്കല്ലേ. ഇത് കിടന്ന് വേഗണം ഇങ്ങനെ കിടന്ന് ഇങ്ങനെ ആക്കുമ്പോൾ സ്ലോലി ഇങ്ങനെ കിടന്ന് ഇങ്ങനെ വെന്ത് ആവട്ടെ. തേങ്ങ വെള്ളം ഉണ്ടല്ലോ, തേങ്ങൻ്റെ വാട്ടർ, അത് നല്ല വെള്ളമാണ്. നമ്മൾ കുട്ടികൾക്ക് വെള്ളം വെച്ചാൽ, അപ്പോൾ കുട്ടികൾക്ക് തേങ്ങൻ്റെ വെള്ളം ആണല്ലോ. അപ്പോൾ ഇതാ നമ്മുടെ ചക്ക ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ഇറച്ചിയും റെഡി ഉണ്ട്. നമുക്ക് ഇതിലേക്ക് എന്താ ചേർക്കാനുള്ള തേങ്ങ നമ്മൾ ചതച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ചേർക്കാം. അവിടെ നല്ല തേങ്ങ ചതച്ച് വെച്ചൊന്ന് ചേർത്ത് നമുക്ക് മിക്സ് ചെയ്യാം. പിന്നെ നമുക്ക് ഇതിലേക്ക് നമ്മുടെ ഇറച്ചി ഉണ്ടല്ലോ, ഈ ഇറച്ചിയും ചേർത്ത് കൊടുക്കാം.
പിന്നെ നമ്മൾ ഇതിലേക്ക് ഒരു സംഭവം ചേർക്കും. നമ്മുടെ വെളിച്ചെണ്ണയിൽ ഉണക്കമുളകും ചീരുള്ളിയും കറിവേപ്പൊക്കെ തൂമ്പിച്ച് ചേർക്കാറ്. അതൊരു സംഭവം കിട്ടുന്ന സംഭവമാണ്. അപ്പോൾ ഇനി അതും കൂടി ചേർക്കാനിട്ട് അതിലേക്ക് അതും കൂടി ചേർക്കാനുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ കുറച്ച് നല്ല ചീരുള്ളിയും അതുപോലെ തന്നെ മുളക് കറിവേപ്പ് നല്ല വെളിച്ചെണ്ണയിൽ തൂമ്പിച്ചതാണത്. ഞങ്ങൾക്ക് ഇത് ചേർക്കുമ്പോൾ നമുക്കൊരു മനസ്സിന് സുഖമാണ്. ഫുഡ് ഇട്ടാൽ നമുക്ക് നല്ല ടേസ്റ്റ് കൂടും കേട്ടോ. അപ്പം ഇങ്ങനെ ചെയ്യാൻ നോക്കുക. ആവശ്യമുള്ളവർ ഇങ്ങനെ ചെയ്യുക, അല്ലാത്തവർ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്കിതൊരു രസമാണ്. ഇത് ഞാൻ നല്ല മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ചക്കയും ബീഫും റെഡി ആയിട്ടാണ്. ചക്കയും ബീഫും റെഡി ആയി. നമുക്കിത് ചക്ക ഒറ്റയ്ക്ക് ഉണ്ടാക്കുക, അതുപോലെ തന്നെ പിന്നെ ബീഫ് അതിലേക്ക് ഒഴിച്ച് കഴിക്കട്ടോ, അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഗൈസ് നമ്മുടെ ബീഫും ചക്കയും റെഡി ആയിട്ട് കിട്ടാം. അപ്പോൾ നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കട്ടാ. സൂപ്പർ സാധനമാണ്. ഇപ്പോൾ കഴിക്കാൻ വേണ്ടി ഇങ്ങനെ വായിൽ വെള്ളമുണ്ട്. പക്ഷേ നമുക്ക് നോമ്പായതുകൊണ്ട് ഇപ്പോൾ കഴിക്കാൻ കാണിച്ച് തരാൻ പറ്റില്ല. കാണിച്ച് തന്നീനു, പക്ഷേ ഇപ്പോൾ നോമ്പ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നോമ്പ് തുറന്നിട്ട് നമ്മൾ കഴിക്കും. പിന്നെന്താ പറഞ്ഞാൽ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ അതിനകത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക. അപ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലത്തെ വ്യത്യസ്തമായ പുതിയ വീഡിയോസൊക്കെ ഇനി അപ്ലോഡ് ചെയ്യും. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് കാണാം. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കാം. സബ്സ്ക്രൈബ് ചെയ്യണം, ചെയ്താണ് നോക്കി പൊട്ടിച്ചോളായി. പിന്നെ അടുത്ത വീഡിയോ കാണുന്നവരെ കുറുക്കൻ സൈനിങ് ഓഫ്.